മലനിരകളുടെ ഉച്ചിയിൽ വർഷങ്ങളായി ഒരു വൃദ്ധൻ തനിച്ച് ജീവിച്ചുവന്നു. ഒരു പ്രഭാതത്തിൽ മലകളിലൂടെ നടക്കവേ അവന്റെ മുന്നിൽ ഒരു സുന്ദരിയായ യുവതിയെ കണ്ടു. അവൾ മലയുടെ വക്കിൽ നിന്നിരുന്നു, തന്റെ ജീവിതം അവസാനിപ്പിക്കാൻ പോകുന്നതുപോലെ. വൃദ്ധൻ ധൈര്യത്തോടെ അവളുടെ കൈ പിടിച്ച് ശക്തമായി പിന്നോട്ട് വലിച്ചു. ദേഷ്യത്തോടെ ആ യുവതി, "നിനക്കെന്തിനാണ് എന്നെ തടഞ്ഞത്? എന്റെ ജീവിതം ഞാൻ തന്നെ നോക്കിക്കൊള്ളാം" എന്ന് അലറി. പക്ഷേ വൃദ്ധൻ വീണ്ടും അവളെ മുറുകെ പിടിച്ചു. അവൾ വിടുവിക്കാൻ ശ്രമിച്ചെങ്കിലും അവൻ വിട്ടില്ല. മെല്ലെ, "നീ എന്താണ് ചെയ്യുന്നത്? നിനക്ക് എന്റെ സഹായം വേണോ?" എന്ന് ചോദിച്ചു. യുവതിയുടെ കണ്ണുകളിൽ കണ്ണീർ നിറഞ്ഞു. "എന്റെ ഭർത്താവിനെ കാണാനില്ല, വീട്ടുകാർ എന്നെ പുറത്താക്കി. എനിക്ക് താമസിക്കാൻ ഇടവും നോക്കാൻ ആരുമില്ല" എന്നവൾ കരഞ്ഞു. വൃദ്ധന്റെ കണ്ണുകൾ അവളെ കരുണയോടെ നോക്കി. അവളുടെ കൈ മുറുകെ പിടിച്ച്, "എന്റെ കൂടെ വാ" എന്നു പറഞ്ഞു. "എവിടേക്ക്?" എന്നവൾ ആശയക്കുഴപ്പത്തോടെ ചോദിച്ചു. പക്ഷേ അവൻ മറുപടി പറയാതെ മലകളുടെ വഴിയിലൂടെ അവളെ കൂട്ടിക്കൊണ്ടുപോയി. വഴിയിൽ അവൾ പലതവണ "നമ്മൾ എവിടേക്കാണ് പോകുന്നത്?" എന്ന് ചോദിച്ചുകൊണ്ടിരുന്നു. വൃദ്ധൻ ഒന്നും മിണ്ടിയില്ല. കുറച്ചു നേരത്തിനു ശേഷം അവർ ഒരു ചെറിയ വീടിനടുത്തെത്തി. വൃദ്ധൻ അവളെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി വാതിലിന് പൂട്ടിട്ടു. യുവതിക്ക് ഭയം തോന്നി. "നീ എന്താണ് ചെയ്യുന്നത്? എന്തിനാണ് വാതിൽ പൂട്ടിയത്?" എന്നവൾ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്നു. വൃദ്ധൻ അവളെ ഒന്ന് നോക്കി പൂട്ട് എടുത്ത് വാതിൽ അടച്ചു പുറത്തേക്ക് പോയി. ആ യുവതി ഞെട്ടലോടെ വാതിൽ തട്ടാൻ തുടങ്ങി. "എന്തിനാണ് എന്നെ ഇവിടെ അടച്ചുവെച്ചത്? നീ എവിടേക്കാണ് പോകുന്നത്?" എന്ന് അലറി ഒടുവിൽ തളർന്നു വീണു. വൃദ്ധൻ മലകളിലേക്ക് നടന്നുപോയി. ആ ദിവസം മുഴുവൻ അവൾ തനിച്ചായിരുന്നു. രാത്രിയായപ്പോൾ വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ടു. ഓടിച്ചെന്ന് വൃദ്ധനെ കണ്ട്, "നിനക്കെന്തിനാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നത്? പൂട്ടിട്ട് എവിടേക്കാണ് പോയത്?" എന്നവൾ ചോദിച്ചു. വൃദ്ധൻ അവളെ ആശ്വസിപ്പിച്ച്, "നിനക്ക് ഒന്നിനും ഭയപ്പെടേണ്ട. ഇനിമുതൽ ഈ വീടിനെ നിന്റേതായി കരുതിക്കോ. ഇന്നുമുതൽ നീ എന്റെ കൂടെ ഇവിടെ താമസിക്കാം, എവിടേക്കും പോകേണ്ട" എന്നു പറഞ്ഞു. അവൻ സംസാരിക്കുമ്പോൾ അവന്റെ കണ്ണുകളിൽ ഒരു പ്രത്യേക തിളക്കം കണ്ടു. ഏതോ രഹസ്യം പറയാൻ അവൻ ആഗ്രഹിക്കുന്നതുപോലെ തോന്നി. പക്ഷേ അവൾ സംശയത്തോടെ, "ഞാൻ ഇവിടെ എങ്ങനെ താമസിക്കും? നിനക്കെന്തിനാണ് എന്നെ ഇത്ര സ്നേഹത്തോടെ നോക്കണമെന്ന് തോന്നുന്നത്?" എന്ന് ചോദിച്ചു. "പറയാം, പക്ഷേ ഇപ്പോൾ വേണ്ട, പിന്നീട്" എന്നവൻ മറുപടി നൽകി. അവൾക്ക് ഒരു കിടക്ക കാണിച്ച്, "ഇവിടെ കിടന്നോ" എന്നു പറഞ്ഞു. അവൾ കിടന്ന് ഉറങ്ങിപ്പോയി. വൃദ്ധൻ ഉറക്കം വന്നില്ല. ആ യുവതിയെക്കുറിച്ച് ചിന്തിച്ചു. ഇത്ര സുന്ദരിയും നിഷ്കളങ്കിയുമായ ഒരു പെൺകുട്ടിക്ക് ഇത്ര വലിയ കഷ്ടം വന്നല്ലോ എന്നവൻ ഓർത്തു. പിറ്റേന്ന് രാവിലെ അവളുടെ മുഖത്തേക്ക് നോക്കി നിന്നു. അവൾ ഉമർന്ന് കണ്ണ് തുറന്നപ്പോൾ വൃദ്ധനെ കണ്ടു. പക്ഷേ അവൻ ഒരു വാക്ക് പോലും പറയാതെ പുറത്തേക്ക് പോയി. ആ ദിവസം മുഴുവൻ അവൾ വീടിനുള്ളിൽ തന്നെ ഇരുന്നു. രാത്രിയായപ്പോൾ വൃദ്ധൻ മടങ്ങിവന്നു. അവൾ ദേഷ്യത്തോടെ, "നീ ഒരു ദിവസം മുഴുവൻ എന്നെ ഇവിടെ പൂട്ടിയിട്ട് ഒന്നും പറയാതെ പോകുന്നു" എന്ന് അലറി. "പേടിക്കേണ്ട, ഒരു ജോലി തീർക്കാൻ പോയതാണ്" എന്നവൻ പറഞ്ഞു. അവൾ അത്ഭുതത്തോടെ, "എന്ത് ജോലി?" എന്നു ചോദിച്ചു. പക്ഷേ അവൻ മറുപടി പറയാതെ "കിടന്നോ" എന്നു മാത്രം പറഞ്ഞു. ആ രാത്രി അവൾ കിടന്നു. പക്ഷേ വൃദ്ധൻ ഉറക്കം വന്നില്ല. നടുരാത്രിയിൽ അവളുടെ മുഖത്തേക്ക് നോക്കി ചില മന്ത്രങ്ങൾ ഉരുവിട്ട് വിഭൂതി ഊതി. അവൾ ഉമർന്ന് അനങ്ങിയപ്പോൾ അവൻ കിടന്നു. "നാളെ ഇവളെ മലമുകളിലേക്ക് കൊണ്ടുപോകണം. എന്റെ ആഗ്രഹം നിറവേറും" എന്നവൻ ഓർത്തു. പിറ്റേന്ന് അവളെ ഉണർത്തി, "ഇവിടെ നിനക്ക് മടുപ്പ് തോന്നുന്നുണ്ട് അല്ലേ? എന്റെ കൂടെ വാ, ഞാൻ നിന്നെ ഒരിടത്തേക്ക് കൊണ്ടുപോകാം" എന്നു പറഞ്ഞു. അവൾ പ്രതികരിക്കും മുമ്പ് അവളുടെ കൈ പിടിച്ച് മലകളിലേക്ക് നടന്നു. ഒരു സ്ഥലം കാണിച്ച്, "നീ ഇവിടെ കിടക്ക്, ഞാൻ ഇപ്പോൾ വരാം" എന്നു പറഞ്ഞു. "നീ എവിടേക്കാണ് പോകുന്നത്? എന്തിനാണ് ഇവിടെ കിടക്കാൻ പറയുന്നത്?" എന്നവൾ ചോദിച്ചു. "നീ ക്ഷീണിതയാണ്, അതിനാൽ ഇവിടെ കിടക്ക്. കൈകാലുകൾ വിരിച്ചുവെക്ക്" എന്നവൻ പറഞ്ഞു. അവൾക്ക് വിചിത്രമായി തോന്നിയെങ്കിലും ഒന്നും പറയാതെ കിടന്നു. "കണ്ണുകൾ അടക്ക്" എന്നവൻ പറഞ്ഞു. "എന്തിന്?" എന്നവൾ ചോദിച്ചു. "ഞാൻ പറയുന്നതുവരെ കണ്ണുകൾ തുറക്കരുത്" എന്നവൻ കർക്കശമായി പറഞ്ഞു. അവൾ കണ്ണുകൾ അടച്ചു. വൃദ്ധൻ അവളുടെ അടുത്തുവന്ന് അവളുടെ മുഖത്തേക്ക് നോക്കി വീണ്ടും മന്ത്രങ്ങൾ ഉരുവിട്ട് വിഭൂതി ഊതി. കുറച്ചു നിമിഷങ്ങൾക്ക് ശേഷം, "എഴുന്നേറ്റ് നിൽക്ക്, പക്ഷേ കണ്ണുകൾ തുറക്കരുത്" എന്നു പറഞ്ഞു. അവൾ എഴുന്നേറ്റ് നിന്നു. "എന്തിനാണ് കണ്ണുകൾ തുറക്കരുത്?" എന്നവൾ ചോദിച്ചു. "ഞാൻ പറയുന്നതുവരെ തുറക്കരുത്" എന്നവൻ പറഞ്ഞു. അവൾ മലമുകളിൽ തനിച്ചു നിന്നു. "കണ്ണുകൾ തുറക്കട്ടെ?" എന്നവൾ ചോദിച്ചു. ആരും മറുപടി പറയാതിരുന്നപ്പോൾ കണ്ണുകൾ തുറന്ന് ചുറ്റും നോക്കി. വൃദ്ധൻ അവളെ വിട്ടുപോയിരുന്നു. "ഈ വൃദ്ധൻ നല്ലവനല്ല, ഞാൻ വിഡ്ഢിയെപ്പോലെ എന്തിനാണ് ഇവനെ വിശ്വസിച്ചത്" എന്ന് ഓർത്ത് രാത്രി വരെ അവനുവേണ്ടി കാത്തിരുന്നു. രാത്രിയായപ്പോൾ വൃദ്ധൻ മടങ്ങിവന്നു. "നീ കണ്ണുകൾ അടക്കാൻ പറഞ്ഞിട്ട് എന്നെ വിട്ടുപോയി. എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്?" എന്നവൾ ചോദിച്ചു. അവൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി, "ഞാൻ 2 ദിവസം ഇവിടെ ഉണ്ടായിരുന്നു, നീയും ഇവിടെ ഉണ്ടായിരുന്നു.
ഇത് അവസാന ദിവസമാണ്. ഈ രാത്രി നമ്മൾ ഒരുമിച്ച് ചെലവഴിക്കണം എന്നു പറഞ്ഞു. എന്തിനാണ് ഈ മലയിൽ ചെലവഴിക്കണം? നിന്റെ ചിന്തകൾ ശരിയല്ല എന്നവൾ അലറി. ഇത് നമ്മുടെ അവസാന രാത്രി. ഇവിടെ ചെലവഴിച്ചാൽ എല്ലാം നല്ലതാകും. ദയവായി എന്റെ വാക്ക് കേൾക്കൂ എന്നവൻ പറഞ്ഞു. അവൾ ദേഷ്യത്തോടെ, നിനക്ക് എന്നിൽ നിന്ന് എന്തോ വേണം എന്നു പറഞ്ഞു. വൃദ്ധൻ ശബ്ദം ഉയർത്തി, ഈ ഒരു ദിവസം എന്റെ വാക്ക് കേൾക്കൂ. ഈ നിലത്ത് കിടക്ക്, പിന്നെ നിനക്ക് തന്നെ എല്ലാം മനസ്സിലാകും എന്നു പറഞ്ഞു. ഭയത്തോടെ അവൾ കിടന്നു. വൃദ്ധൻ അവളുടെ അടുത്ത് കിടന്നു. സൂര്യോദയമായപ്പോൾ അവൻ വിഭൂതി ഊതി. അവളെ ഉണർത്തി, കണ്ണുകൾ അടക്ക്, തുറക്കരുത് എന്നു പറഞ്ഞു. 2 തവണ ഇങ്ങനെ പറഞ്ഞ്, നീ എന്നെ വിട്ടുപോയി എന്നവൾ പറഞ്ഞു. ഈ തവണ അങ്ങനെ നടക്കില്ല, കണ്ണുകൾ അടക്ക് എന്നു പറഞ്ഞ് അവളുടെ കണ്ണുകളെ തന്റെ കൈകൊണ്ട് മൂടി. അവളുടെ ഹൃദയം പടപടാന്നു മിടിച്ചു. മലമുകളിൽ അവളും വൃദ്ധനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നീ എന്താണ് ചെയ്യുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് കൈകൾ എടുത്ത് കണ്ണുകൾ തുറന്ന് പിന്നിലേക്ക് തിരിഞ്ഞു. ആശ്ചര്യം! വൃദ്ധനില്ല, പകരം അവിടെ അവളുടെ ഭർത്താവ് ഉണ്ടായിരുന്നു. ഭർത്താവിനെ കണ്ട സന്തോഷത്തിൽ അവൾ കണ്ണീരോടെ ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിച്ചു. നീ എങ്ങനെ ഇവിടെ വന്നു? നിന്നെ എത്ര തിരഞ്ഞു എന്നറിയാമോ എന്ന് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്നു. പിന്നീട് വൃദ്ധൻ ഓർമ്മ വന്നു. ആ വൃദ്ധൻ എവിടെ പോയി? നിനക്കവനെ അറിയാമോ? അവനാണ് നിന്നെ ഇവിടെ കൊണ്ടുവന്നത് അല്ലേ എന്നവൾ ചോദിച്ചു. ഭർത്താവ് അവളുടെ കൈ പിടിച്ച്, എന്റെ കൂടെ വാ എന്ന് പറഞ്ഞ് വൃദ്ധന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. ഈ വൃദ്ധന്റെ വീട്ടിലേക്ക് എന്തിനാണ് വീണ്ടും കൊണ്ടുവന്നത് എന്നവൾ ചോദിച്ചു. ഞാൻ ഇതിനു മുമ്പും ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. നീയും ഇവിടെ തന്നെ ഉണ്ടായിരുന്നു എന്നവൻ പറഞ്ഞു. അവൾ അത്ഭുതത്തോടെ, നിനക്ക് എങ്ങനെ അറിയാം എന്നു ചോദിച്ചു. എനിക്ക് എല്ലാം അറിയാം. നിന്നോട് ഒരു കാര്യം പറയണം എന്നവൻ പറഞ്ഞു. ഞാൻ വീട്ടിലേക്ക് വരുമ്പോൾ ഒരു പെൺകുട്ടിയെ കണ്ടു. അവൾ വിചിത്രമായി പെരുമാറി. എന്നോട് വിവാഹം കഴിക്കാൻ പറഞ്ഞു. ഞാൻ ഇതിനകം വിവാഹിതനാണ് എന്നു പറഞ്ഞു. ദേഷ്യപ്പെട്ട അവൾ എന്റെ മേൽ എന്തോ മന്ത്രം ചെയ്തു. ഞാൻ വൃദ്ധനായി മാറി. വീട്ടിലേക്ക് പോകണമെന്ന് വിചാരിച്ചെങ്കിലും നീ എന്നെ തിരിച്ചറിയില്ല എന്ന് ഭയന്നു. ഒരു മുനിയെ കണ്ടു. എന്റെ കഥ പറഞ്ഞപ്പോൾ അവൻ ഒരു മന്ത്രം പഠിപ്പിച്ചു തന്നു. ഞാൻ തനിച്ച് ആയിരിക്കണം. നീ എന്റെ അടുത്ത് വന്നാൽ ചില മന്ത്രങ്ങൾ ചൊല്ലണം. 3 ദിവസം ഇങ്ങനെ ചെയ്താൽ ഞാൻ വീണ്ടും സാധാരണ മനുഷ്യനാകും എന്നവൻ പറഞ്ഞു. ഇപ്പോൾ അതാണ് സംഭവിച്ചത് എന്നവൻ പറഞ്ഞു. അവൾ അത്ഭുതപ്പെട്ട ഭർത്താവിനെ മുറുകെ കെട്ടിപ്പിടിച്ച്, എന്നോട് ക്ഷമിക്കൂ എന്നു പറഞ്ഞു. നീ വിഷമിക്കേണ്ട, നീ എന്നെ തിരിച്ചറിയാതിരുന്നെങ്കിലും നിന്റെ സ്നേഹത്തിന്റെ ആഴം കാണിച്ചു തന്നു എന്നവൻ സ്നേഹത്തോടെ പറഞ്ഞു. ഇപ്പോൾ പറ, ആ വൃദ്ധൻ നല്ലവനാണോ എന്നു ചോദിച്ചപ്പോൾ അതെ എന്നവൾ പറഞ്ഞു. പിരിഞ്ഞിരുന്ന ആ ദമ്പതികൾ വീണ്ടും ഒന്നായി. ഈ കഥയിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാക്കേണ്ടത്? ശുദ്ധമായ ഹൃദയമുണ്ടെങ്കിൽ ഒരു ശക്തിക്കും നമ്മെ ഒന്നും ചെയ്യാനാകില്ല. വൃദ്ധൻ പറഞ്ഞതുപോലെ നന്മയോടും സത്യസന്ധതയോടും കൂടി ജീവിച്ചാൽ ജീവിതം തിരികെ കിട്ടും. ഓരോ വ്യക്തിയുടെ പിന്നിലും ഒരു കഥയുണ്ട്. ആരെയും ഒറ്റനോട്ടത്തിൽ വിലയിരുത്തരുത്. ഓരോ കഷ്ടപ്പാടിനു പിന്നിലും ഒരു പരീക്ഷണമുണ്ട്. അത് പതിയെ പരിഹരിക്കപ്പെടും. ഈ കഥ നിനക്ക് എങ്ങനെ തോന്നി? നിന്റെ അഭിപ്രായം പങ്കുവെക്കൂ.